നമ്മളല്ലേ ആദ്യം വന്ന്, എന്നിട്ട് അവിടെ അടിച്ചു കൊടുക്കാൻ പോകുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല തിരക്കാ. ഇതാ ഞാൻ പറഞ്ഞ വണ്ടിയുടെ അവസ്ഥ. നമുക്ക് പോകുന്ന വഴിക്കെല്ലാം കാണിച്ചു തരാം. വാട്ട്സ്ആപ്പ് ഗൈഡ്സ്, ഇസ് മീ ജസീൽ. വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ്. ഗൈസ്, ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ നടപ്പുണ്ട്. ഇന്നത്തെ പരിപാടികളെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് പിന്നെ ഒരു പണി കിട്ടി. അത് നമ്മൾ വണ്ടിയുടെ പണിയെല്ലാം ചെയ്ത് ഓയിലൊക്കെ മാറ്റിയില്ലേ, അങ്ങനെ വണ്ടിയുടെ ഓയിൽ ലീക്കാവുന്നുണ്ട്. എനിക്കൊന്ന് മറ്റേ അടിയിലത്തെ ഞെട്ട് ശരിക്കും മുറുക്കില്ലെന്ന് തോന്നുന്നു, അതായിരിക്കണം സംഭവം. ഇല്ലെങ്കിൽ വേറെ എന്തോ കാര്യമായിട്ടുള്ള പണി അതിൽ കാണും, ഇല്ലേതെങ്കിലും ഒന്നുറപ്പാണ്. നമുക്കിനി നേരെ ആദ്യം ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. സാധനങ്ങൾ വാങ്ങണം, പിന്നെ ഫുഡ് വാങ്ങണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാണാം. ഇത് ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പരിപാടികളുണ്ട്. വണ്ടിയുടെ സാധനങ്ങൾ വാങ്ങണം, പിന്നെ ആ വർക്ക്ഷോപ്പിൽ കയറിയിട്ട് പുള്ളിയെ ഒന്ന് കാണണം, അതെന്താ കാര്യമെന്ന് ചോദിക്കണം. അതിന് നമുക്ക് ഓയിൽ വാങ്ങണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് പോകുന്ന വഴിക്കെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാ ഞാൻ പറഞ്ഞ വണ്ടിയുടെ അവസ്ഥ. ഇതിനകത്ത് നിന്ന് ഫുള്ള് ഓയിൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ട്, എനിക്കൊന്ന് ഈ നട്ട് ലൂസാവും തോന്നുന്നതായിരിക്കണം, ഇല്ലെങ്കിൽ വേറെ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള പണിയായിരിക്കണം. നമുക്ക് നോക്കാം. അറിയില്ല എന്താ അവസ്ഥയൊക്കെയാണ്. ഈ ഇടയ്ക്ക് അങ്ങോട്ട് ഓയിൽ മാറ്റിയതേ ഉള്ളൂ. ഓരോ പണി മാറുമ്പോൾ അടുത്തടുത്ത പണികൾ കിട്ടിക്കൊണ്ടിരിക്കുക. വല്ലാത്ത അവസ്ഥ തന്നെ. നമുക്ക് നോക്കാം. ഇത് ഗൈസ്, ഇപ്പം വീടിൻ്റെ മതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അതിവിടെ എല്ലാം അതങ്കോലമായിട്ട് കിടക്കുന്നത്. നമുക്ക് നോക്കാം. ഇതേണ്ട ഗൈസ്, നമ്മളിന്ന് പോകുന്നത് എക്സ്പ്രസിനകത്താണ് പോകുന്നത്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ പൊടിഞ്ഞിരിക്കുക. മൊത്തത്തിൽ വല്ലാത്ത അവസ്ഥ കേട്ടോ. നമുക്കെന്തായാലും പോവാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനിത് എപ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചതെന്നറിയാം. ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. അത് നടന്നില്ല. ചെറിയ ടാസ്കുകളൊക്കെ ആയിട്ട് ലേറ്റായി. നമ്മളിനി നേരെ പോകുമ്പോൾ കായംകുളത്തോട്ടാണ് പോകുന്നത്. കായംകുളത്തോട്ട് പോയിട്ട് അവിടുന്ന് നമ്മൾ വണ്ടിയുടെ സ്പെയർ വാങ്ങണം. അതിന് മുമ്പായിട്ട് വണ്ടിക്കകത്ത് എണ്ണ അടിക്കണം. ഇന്ധനം കുറവാണ്, ഇന്ധനത്തിൻ്റെ പ്രശ്നമുണ്ട്. നമുക്ക് ഇന്ധനം അടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാം. പെട്രോൾ എപ്പോഴും ഒരു പ്രശ്നമാണ് ഗൈസ്. എൻ്റെ വ്യൂ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ ഗോപ്രോ ചെറുതായിട്ട് ചരിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കറക്റ്റ് അറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പം പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരെ കായംകുളത്തോട്ട് പോവാം. നമ്മളിപ്പം പോകുന്നത് രണ്ടാമത്തെ ഏരിയ. രണ്ടാമത്തെ കയറി അതുവഴിയാണ് നമ്മൾ നേരെ കായംകുളത്തോട്ട് പോകാം. വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കംപ്ലൈൻറ്റ് മീൻസ് ഇതിൻ്റെ മീറ്റർ വർക്ക് ആവുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഇതിന് ഏതായാലും നാളെ നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോകുന്നുണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടല്ലോ, അത് എൻ്റെ ഏറെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്ന് ഫ്രണ്ട് ബ്രേക്ക് ബ്ലേഡ് ചെയ്യിക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബാക്കിലെ ഇൻഡിക്കേറ്റർ ചെറിയ സീനായിട്ടിരിക്കുക, അതുകൂടെ ഒന്ന് റെഡി ആക്കണം. ഇത് രണ്ടുമില്ല ഇതിനകത്ത് പണി. എൻ്റെ വണ്ടിയുടെ പണിയാണ് ഗൈസ് സീനായിട്ട് ഇരിക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് കൊണ്ട് റെഡിയാക്കിയതാ. എന്നിട്ട് ഓയിലും മാറി. നിങ്ങൾ കണ്ടില്ല, നമ്മളങ്ങ് പോയി മറ്റേ സ്പെയർ എല്ലാം വാങ്ങിയ ക്ലച്ച് കേബിള്, ആക്സിലേറ്റർ കേബിള്, ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ റെഡിയാക്കിയത്. എന്ത് പറ്റിയെന്നറിയത്തില്ല. വണ്ടി മിക്കവാറും നമുക്ക് തെള്ളി കൊണ്ടുപോകേണ്ടി വരും. സ്റ്റാർട്ടാക്കി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഇരുന്നിരുന്ന ആ ഓയിലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം താഴെ പിന്നെ ലീക്കായി പോയത്. മിക്കവാറും ഒറ്റ കഴിഞ്ഞാൽ പിസ്റ്റം പിടിക്കുമെന്നൊരു പേടിയുണ്ട്. എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെള്ളി തന്നെ കൊണ്ടുപോകാം. നമ്മളിങ്ങനെ സ്ലോ ആക്കിയൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഹെൽമെറ്റ് ഇച്ചിരി ലൂസാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഹെൽമെറ്റ് അല്ല, ഫ്രണ്ടിൻ്റെ ഹെൽമെറ്റാണ്. ഇല്ലെങ്കിൽ നമുക്ക് ചാടിച്ചൊക്കെ എടുത്തോണ്ട് പോകാമായിരുന്നു. ഇതൊന്ന് ചാടി കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ തലേന്ന് ഈ ഹെൽമെറ്റും ചാടും. അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കുന്നില്ല. നമുക്ക് എന്തായാലും എണ്ണ അടിച്ചിട്ട് ഞാൻ ബാക്കി പറയാം.
അപ്പുറത്തോ? ഓ, ഇവിടെ അടിക്കത്തില്ല. നമ്മളല്ലേ ആദ്യം വന്ന്, എന്നിട്ട് അവിടെ അടിച്ചു കൊടുക്കാൻ പോകും. നമ്മൾ എണ്ണ അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മളങ്ങനെ എണ്ണ അടിച്ചിട്ട് നമുക്ക് നേരെ വിടാം. ചേട്ടാ, ഗൂഗിൾ പേയാ? ആ ആ ഗൈസ്, നമ്മളങ്ങനെ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് കൊടുത്ത് നമുക്കിനി നേരെ അങ്ങോട്ട് വിടാം. ഇത് മീറ്റർ വർക്കല്ലാത്തതുകൊണ്ട് നമുക്കിത് അറിയത്തില്ല കേട്ടോ, കുറ്റി എത്ര കാണിക്കുമെന്നൊക്കെ. മറ്റേ വണ്ടിയുടെ സ്പെയർ വാങ്ങാൻ പോകുന്നില്ലേ? സ്പെയർ മീൻസ് ഓയിൽ മാത്രമേ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ പണിയൊക്കെ നേരത്തെ അതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ ബാക്കിയൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓയിലിന് മാത്രമേ ഉള്ളൂ സീന്. നമുക്ക് ഓയിൽ വാങ്ങണം. ഓയിൽ വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോകാം. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകണം. ഓ, ദേ ജിമ്മ് വന്നുണ്ടോ? നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഒരു പ്രത്യേകം ഗ്രാഫിക്സ് ഒക്കെ ഇത് ചെയ്തേക്കുന്നത്, കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇവിടെ എപ്പോഴും കൃത്യന്മാരിരിക്കുന്നത്. ദേ ഇവിടെ ഒരു ക്യാമറയുണ്ട്, മറ്റേ ക്യാമറ. ഇപ്പം നമ്മൾ റെയിൽവേയുടെ അവിടെ നിൽക്കുന്നത്, റെയിൽവേയുടെ അവിടെ ആയി. ഇനി അവിടുന്ന് നേരെ നമ്മൾ അങ്ങോട്ട് പോവാം. കായംകുളം ടൗണിലോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുന്നിടത്ത് മറ്റേ ട്രെൻഡ്സ് ഉണ്ട്, നെക്സയുടെ ഷോറൂമുണ്ട്. ഇത് ഫ്രണ്ട് ബ്രേക്ക് ഇല്ലെങ്കിലും ബാക്ക് ബ്രേക്ക് അത്യാവശ്യം നൈസായിട്ടുണ്ട്. ഈ വണ്ടിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു പണിയാണ് കേട്ടോ ഈ മീറ്ററിൻ്റെ. ഇത് ഒരുവിധപ്പെട്ട എല്ലാ എക്സ്പൾസിനും ഞാൻ കണ്ടിട്ടുണ്ട് മീറ്റർ പെട്ടെന്ന് ഇതാവുന്നത്. എന്നുവെച്ചാൽ എന്തോ ഒരു ഫ്യൂസോ അങ്ങനെ എന്തോ ഒരു സംഭവം പോകുന്നതാണ്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറിവ് തന്നെ ഏകദേശം ഒരു 3-4 എക്സ്പൾസിന് തന്നെ ഇങ്ങനെ മീറ്ററിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ വിടുന്ന ടൈം കേട്ടോ, നല്ല തിരക്കുമാണ്. ഇവിടുന്ന് റൈറ്റ് എടുക്കുന്നിടത്താണ് നമ്മുടെ കായംകുളം മാർക്കറ്റിലേക്ക് വന്നത്. ഇതുവഴി ലെഫ്റ്റ് എടുത്ത് പോകുമ്പം നമ്മുടെ ടൗണിലേക്ക് വന്നത്, നമ്മുടെ കായംകുളം സ്റ്റാൻഡിലേക്ക് KSRTC സ്റ്റാൻഡ് അവിടോട്ടൊക്കെ പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകുന്നിടത്ത സ്റ്റാൻഡൊക്കെ ഉള്ളത്. ഇവിടുത്തെ സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമായ അവസ്ഥയാണ് കേട്ടോ. ഫുള്ള് ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി. ആദ്യം ATM പോകണം. ATM പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് ഗൈസ് നമ്മുടെ SBIയുടെ ബാങ്കും ATM ഒക്കെ നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് പോവാം. ATMൻ്റെ ഫ്രണ്ടില്ല. ഇപ്പം ATM നല്ല ആളുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യുക, സ്റ്റിൽ വെയിറ്റിംഗ്. ഭയങ്കര പോസ്റ്റാണല്ലോ. ആരെയും ഇന്ന് കാണുന്നില്ല. ഇന്ന് സൺഡേ വല്ല വന്നോ? അല്ല, സൺഡേ സാറ്റർഡേ വല്ല വന്നോ? കുറേ നേരം ഇവിടെ പോസ്റ്റ് അടിച്ച് നിന്നത് മാത്രം മിച്ചം. CDM വർക്കിംഗ് അല്ല. നമുക്കല്ലാതെ ഫണ്ട് ഇടാനുള്ള വഴി നോക്കാം. ഗൈസ്, ഞാൻ വേറൊരു സംഭവം മറന്നുപോയി കേട്ടോ. എനിക്ക് ഫുഡ് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യണം, ബുക്ക് ചെയ്യണം. നമുക്ക് സൊമാറ്റോയിൽ നിന്നല്ല ഓർഡർ ചെയ്യാം. നമ്മളാണെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡില്ലേ, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അവിടോട്ട് വന്ന് KSRTC സ്റ്റാൻഡിൻ്റെ അവിടോട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോവാം. നമ്മളിപ്പോൾ നേരെ ഈ അടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളന്ന് വണ്ടിയുടെ സ്പെയർ എടുക്കാൻ വന്നില്ലേ, അവിടോട്ടാണ് പോകുന്നത്. സ്പെയർ മീൻസ് ഓയിൽ മാത്രം മതി, ബാക്കി എല്ലാം നമ്മളൊന്ന് മാറിയതാ. ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് അത്യാവശ്യം ബൈറ്റ് ഉണ്ട് കേട്ടോ, ബാക്കി ഫ്രണ്ട് ഇല്ല, ഷോകമാണ്. ഇവിടെ ഹൈവേയിൽ പണികളൊക്കെ അത്യാവശ്യം നൈസായിട്ട് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. പെട്ടെന്ന് പണിയൊക്കെ തീരുന്നത്. നമ്മുടെ ഈ എക്സ്പൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് കുണ്ടും കുഴി കൂടെ എങ്ങനെ വേണമെങ്കിലും പോവാം. ബാക്ക് ബ്രേക്ക് മാത്രമേ ഉള്ളൂ, അതാണൊരു ടാസ്ക്. ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് കയറിയിട്ട് നമുക്ക് നേരെ
മറ്റേ നമ്മുടെ കടയിലോട്ട് പോവാം സാധനം എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല, ചുമ്മാ എന്താ പറയുന്നത് ക്യാഷ്വലായിട്ടുള്ള ഒരു വീഡിയോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ചുമ്മാ എടുക്കുന്നതേ ഉള്ളു. ചുമ്മാ ഇറങ്ങിയല്ലേ, അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാന് നമ്മൾ ഇറങ്ങിയത്. അതെ, ഇവിടെ നമ്മുടെ മറ്റേ കട, ഇവിടുത്തെ വെള്ളം എല്ലാം മാറി കേട്ടോ. അന്ന് നമ്മൾ വന്നപ്പം പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് വെള്ളമാണെന്ന്. ഓയിലുണ്ടോ? പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഫുഡ് വാങ്ങാനായിട്ട് തന്നെ ഫുഡ് കഴിഞ്ഞ് ലേറ്റ് ആകും, അതുകൊണ്ട് നമ്മൾ നൈസിന് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ ഒരു വീട്ടിൽ കൊണ്ട് തരും. എന്തായാലും വീടിൻ്റെ അഡ്രസ്സ് കൊടുത്ത എന്തായാലും കാര്യമായി. ഇവിടുത്തെ കൊടുക്കാതെ വീട്ടിൽ കൊടുത്തത് എന്തുകൊണ്ടും നന്നായി. നല്ല തിരക്കുണ്ട് കേട്ടോ, റോഡ് നല്ല തിരക്കുണ്ട്. നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാം. ഇപ്പം നമ്മൾ കായംകുളത്തുള്ളത്, കായംകുളത്ത് നേരെ നമ്മുടെ വീട്ടിലെ കാപ്പിലോട്ട് പോകുന്നു. കാപ്പി ചെന്നിട്ട് നമുക്ക് നോക്കാം. ലെറ്റ്സി. ഫുള്ള് നല്ല തിരക്ക്. നമ്മളിപ്പം നമ്മുടെ എക്സ്പ്രസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതേക്ക് പോകാമല്ലോ. അല്ല, സാധാ വണ്ടി ആയാലും കൊണ്ടുപോകാം കേട്ടോ. അതേ ആ വണ്ടിയൊക്കെ പോകുന്നുണ്ടില്ലേ. ഇതിലാകുമ്പോൾ കംഫർട്ടായിട്ട് നമുക്കൊന്നും അറിയാതെ ഇങ്ങനെ ഇരുന്നങ്ങ് പോകാം. കുഴിയും കൊണ്ടുമൊക്കെ ഇതിനൊരു പ്രശ്നമേ അല്ല. ഒരു കാർ ഇറക്കി കൊണ്ടുവരുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തോ ഒരു സംഭവം നടപ്പുണ്ട് കേട്ടോ, അതിൻ്റെ തിരക്ക്. അതെ, അതിൻ്റെ കേട്ടോ, മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടില്ലേ, അതാണ്. എന്തായാലും ഹൈവേ കൂടെ പോകുന്ന ടാസ്ക് കേട്ടോ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഷോർട്ട് കട്ട് എടുത്തിട്ട് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകാം. ഹൈവേ കൂടെ പോകുന്നെങ്കിൽ നമുക്ക് ഇന്നും അവിടെ എത്താൻ പറ്റത്തില്ല, നല്ല തിരക്കാണ് കണ്ടിട്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. നമുക്കിനിയും ഉള്ളതെന്ന് വെച്ചാൽ ഒരു 2 ടാസ്കുകളുണ്ട്. ആ 2 ടാസ്കുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ടാസ്കുകളെല്ലാം തീരും. വീട്ടിൽ ചെന്നിട്ട് ഈ വണ്ടി വെച്ച് എൻ്റെ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ വണ്ടിയും കൊടുത്ത് ഓയിലും മാറ്റിയിട്ട് നേരെ വരാം. വേണ്ട ദിവസം അവിടെ എല്ലാം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ വന്ദേ ഭാരത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ ക്രോസ് കടന്ന് ക്രോസിൽ കിടക്ക് വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഇതുവരെ വന്നിട്ടില്ല, ഫുഡ് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അതെ, നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അതേ ഗൈസ്, നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു. നമ്മുടെ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല, ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട് ഗൈസ്, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്കത്തെ ഫുഡ് എപ്പം കഴിക്കാൻ പോകുന്നത്? ഇപ്പം ഏകദേശം 5 മണി 5:30 എന്തോ ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഫുഡ് ഒന്നും കറക്റ്റ് ടൈമിങ്ങിനല്ല, ഉറക്കവും അങ്ങോട്ട് ശരിയാകുന്നില്ല. കുറേ ദിവസമായിട്ട് എൻ്റെ ഡെയിലി റൊട്ടീനൊക്കെ കംപ്ലീറ്റ് സീനായിട്ട് കിടക്കുക. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നില്ല, ഉറക്കം ശരിയാകുന്നില്ല, അങ്ങനെ കുറേ സീനുകളുണ്ട്. എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. ഈ വട്ടത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് കുറേ സംഭവങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേപ്പുണ്ട്. നമുക്ക് അതെല്ലാം അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം. അതെല്ലാം നടക്കുമെന്ന് എനിക്കറിയത്തില്ല, അതാണ് ഞാൻ ഇങ്ങനെ പറയാനങ്ങ് മടിക്കുന്നത്. എന്തായാലും ഈ വട്ടം സെറ്റാക്കണം. അങ്ങനെ ഇതേ ഗൈസ്, ഫൈനലി നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് ഇതാണ്, റാപ്പും പിന്നെ ഒരു ലസ്സി, ചോക്ലേറ്റ് ലസ്സിയാണ് ഓർഡർ ചെയ്തത്. ഇതൊന്നും കഴിച്ചില്ല, അതാണ് നല്ല വിശപ്പുണ്ട്. നമുക്കിനിപ്പം കഴിച്ചിട്ട് ഞാൻ വരാം. ഞാനിത് കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. പാക്കിംഗ് ഒക്കെ കിടില്ല കേട്ടോ, കഴിച്ചു നോക്കട്ടെ. ക്രിസ്പി റാപ്പാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള, അത്യാവശ്യം നല്ല കിടിലൻ ടേസ്റ്റ് ചെയ്ത്. കൊള്ളാം കേട്ടോ, ഞാൻ തീർത്തോട്ട് വരാം.